ചേർത്തലയിൽ നിന്നും കാണാതായ ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. ജൈനമ്മ തിരോധാന കേസിൽ ചോദ്യം ചെയ്യലിനിടെ സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയതായി പോലീസ്. സെബാസ്റ്റ്യൻ ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന് ബോധ്യമായതായി അന്വേഷണ ഉദ്യോഗസ്ഥരായ കെ ഹേമന്ത് കുമാർ അറിയിച്ചു. വിശദാംശങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, പോലീസ് ഈ ഒരു സംഭവത്തിൽ നൽകുന്ന വ്യക്തത എന്താണ്? ഇതുവരെയും പോലീസ് ഇതിലൊരു കൃത്യമായ വ്യക്തത നൽകിയിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ഇത് കോടതിയിൽ നൽകിയ രേഖയിലാണ് ഇത്തരത്തിൽ സെബാസ്റ്റ്യൻ ഈ ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അതും ഈ കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന് മുന്നിലല്ല ഈ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്, മറിച്ച് കോട്ടയം ക്രൈംബ്രാഞ്ചിന് മുന്നിലാണ് ഇത്തരത്തിൽ കുറ്റസമ്മതം നടത്തിയതായി പോലീസ് വ്യക്തമാക്കുന്നത്. അത് ജൈനമ്മ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിനിടയിൽ ഈ ബിന്ദു പത്മനാഭനെയും താൻ കൊലപ്പെടുത്തി എന്ന് സമ്മതിച്ചു എന്നതാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. കാരണം എന്ന് കൊലപ്പെടുത്തി, എവിടെ വെച്ച് കൊലപ്പെടുത്തി, മൃതദേഹം എന്ത് ചെയ്തു, ഈ ചോദ്യങ്ങളെല്ലാം ബാക്കി നിൽക്കുമ്പോൾ തന്നെയാണ് അതിലൊന്നും ഒരു തെളിവും ഇതുവരെ ശേഖരിക്കാൻ പോലും കഴിയാത്തപ്പോഴാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തലുമായി പോലീസ് എത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, നേരത്തെ തന്നെ കോട്ടയം ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിനും മറ്റുമായി ചേർത്തല വരുമ്പോൾ ആ കാര്യം പോലും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് കൃത്യമായി അറിഞ്ഞിരുന്നില്ല. രണ്ട് ജില്ലയിലെയും ക്രൈംബ്രാഞ്ചുകൾ വ്യത്യസ്തമായ രീതിയിൽ പരസ്പരം അങ്ങനെ ഒരു ആശയവിനിമയം പോലും നടത്താതെയായിരുന്നു അന്വേഷണം നടത്തിയത്. പലപ്പോഴും മാധ്യമങ്ങൾ വാർത്ത നൽകുന്നതിന് പിന്നാലെയായിരുന്നു ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഇത്തരം സമയങ്ങളിൽ സംഭവ സ്ഥലത്തേക്കിലെ തെളിവെടുപ്പും മറ്റ് ചോദ്യം ചെയ്യലും നടക്കുന്ന സ്ഥലത്തേക്ക് പോലും എത്തിപ്പെടാറുണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിൽ ആലപ്പുഴയിലെ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുറ്റസമ്മതം സെബാസ്റ്റ്യൻ നടത്തിയെന്ന് പറയുമ്പോൾ അതിലെ ഒരു അവിശ്വസനീയത കൂടി നിലനിൽക്കുകയാണ്. ഇതേ സമയം ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടവർ വെളിവാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്, എവിടെയാണ് മൃതദേഹം നശിപ്പിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു എന്ന അവകാശവാദമാണ് ഉന്നയിക്കുന്നതും. KP സുധീഷ് ഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.